40 വർഷത്തിലധികമായി കേരളത്തിൽ നടക്കുന്ന ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ ഒടുവിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ദേശീയപാത വികസനത്തെക്കുറിച്ച് നിയമസഭയിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ ഓരോ റീച്ചിലെയും 2020 മാർച്ച് വരെയുള്ള ഭൂമി ഏറ്റെടുക്കൽ പുരോഗതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നതാണ്. ഏതാണ്ട് 18ഓളം റീച്ചുകളുള്ള NH66-ൽ 13 എണ്ണത്തിലാണ് ഇനി ഭൂമി ഏറ്റെടുക്കൽ കഴിയാനുള്ളത്. ഓരോ ജില്ലയിലെയും ഭൂമി ഏറ്റെടുക്കൽ പുരോഗതിയും ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളിലെ ഘട്ടങ്ങളും 13 റീച്ചുകളിലെ വിശദമായ ഭൂമി ഏറ്റെടുക്കൽ പുരോഗതിയും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കൂടാതെ 40 വർഷത്തിലധികം ഇഴഞ്ഞു നീങ്ങിയ കേരളത്തിലെ ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ ഇപ്പോഴെങ്ങനെ അവസാന ഘട്ടത്തിൽ എത്തിയെന്നും ഇതിൽ പരിശോധിക്കുന്നു. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കളിയിക്കാവിള വരെ 650 കിലോമീറ്ററോളം നീളുന്നതാണ് കേരളത്തിലെ ദേശീയപാത 66. 9 ജില്ലകളിലായി 18ഓളം ഭാഗങ്ങൾ അഥവാ റീച്ചുകളിലായാണ് ദേശീയപാത വികസനം നടക്കുന്നത്. ഇതിൽ 5 റീച്ചുകൾ ഭൂമി ഏറ്റെടുക്കൽ കഴിഞ്ഞ് നിർമ്മാണ ഘട്ടത്തിലെത്തി. ഉയർന്ന വാഹനപ്പെരുപ്പം കാരണം ഇനിയുള്ള ബാക്കി 13 റീച്ചുകൾ 45 മീറ്ററിൽ 6 വരിപ്പാതയായാണ് നിർമ്മിക്കുക. 17 പുതിയ ബൈപ്പാസുകളടക്കം 21 ബൈപ്പാസുകൾ കൂടി അടങ്ങുന്നതാണ് കേരളത്തിലെ പുതിയ ദേശീയപാത 66. ഇവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അതിൻ്റെ ലിങ്ക് മുകളിലുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്ന 13 റീച്ചുകൾ ഉൾക്കൊള്ളുന്ന ജില്ലകളിലെ ആകെ പുരോഗതി നോക്കാം. എല്ലാ നടപടിക്രമങ്ങളും നഷ്ടപരിഹാര വിതരണവും കഴിഞ്ഞ് 2020 മാർച്ച് വരെ പൂർണ്ണമായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയുടെ ശതമാന കണക്കുകൾ ഇങ്ങനെ. കാസർഗോഡ് ജില്ലയിൽ 6 വരിപ്പാത നിർമ്മിക്കാൻ വേണ്ട ആകെ ഭൂമിയുടെ 85% മാർച്ച് വരെ പൂർണ്ണമായും ഏറ്റെടുത്തു. കണ്ണൂർ ജില്ലയിൽ ആവശ്യമായ ഭൂമിയുടെ 47% ഇതുവരെ നഷ്ടപരിഹാര വിതരണം കഴിഞ്ഞ് പൂർണ്ണമായും ഏറ്റെടുത്തത്. കോഴിക്കോട് ജില്ലയിൽ ഇത് 42%. 39% ഭൂമിയാണ് മലപ്പുറം ജില്ലയിൽ 45 മീറ്ററിൽ ഹൈവേ വികസിപ്പിക്കാൻ മാർച്ച് വരെ പൂർണ്ണമായും ഏറ്റെടുത്തത്. തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഏതാണ്ട് 43% ഭൂമി ഏറ്റെടുക്കൽ പുരോഗതി. ആലപ്പുഴ ജില്ലയിൽ 6 വരിപ്പാതയ്ക്ക് വേണ്ട ഭൂമിയിൽ 70% ഇതുവരെ പൂർണ്ണമായും ഏറ്റെടുത്തു. കൊല്ലത്ത് ഇത് 72%. തിരുവനന്തപുരത്ത് അവശേഷിക്കുന്ന റീച്ചിൽ മാർച്ച് വരെ 45% ഭൂമി പൂർണ്ണമായും സർക്കാരിൻ്റെ സ്വന്തമായി. എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ് നഷ്ടപരിഹാര വിതരണം നടത്തി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയുടെ ശതമാന കണക്കുകളാണ് ഇത്രയും. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ പലയിടത്തും അന്തിമഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളിൽ സുപ്രധാനമായ ഒരു ഘട്ടമാണ് 3D നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന ഘട്ടം. 3D ഘട്ടം കഴിയുന്നതോടുകൂടി ഭൂമി നിയമപരമായി സർക്കാരിൻ്റെ അധീനതയിലാകുന്നു. വിവിധ ജില്ലകളിൽ ഏറ്റെടുക്കേണ്ട ആകെ ഭൂമിയിൽ കുറഞ്ഞത് 3D ഘട്ടമെങ്കിലും കഴിഞ്ഞ ശതമാന കണക്കുകൾ ഇങ്ങനെ. കാസർഗോഡ് ജില്ലയിൽ വേണ്ട ആകെ ഭൂമിയിൽ 100% കുറഞ്ഞത് 3D ഘട്ടമെങ്കിലും കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ 6 വരിപ്പാത വികസനത്തിനായി വേണ്ട ഭൂമിയിൽ 95% കുറഞ്ഞത് 3D ഘട്ടം കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഇത് 96%. മലപ്പുറം ജില്ലയിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടായിട്ടുള്ളത്. അവിടെ 99% ഭൂമിയിൽ മാർച്ച് വരെ 3D ഘട്ടമെങ്കിലും കഴിഞ്ഞു. ഏതാണ്ട് 78% തൃശൂർ, എറണാകുളം ജില്ലകളിലെ 3D ഘട്ടം കഴിഞ്ഞ ഭൂമിയുടെ കണക്ക്. ആലപ്പുഴ ജില്ലയിൽ ഇത് 83%. കൊല്ലത്ത് 72% ഈ ഘട്ടത്തിലെ പുരോഗതി. തിരുവനന്തപുരത്ത് 45%.
മാർച്ച് വരെയുള്ള ജില്ലകളിലെ ഭൂമിയേറ്റെടുക്കൽ നടപടിക്രമങ്ങളിലെ പുരോഗതി ഇത്രയുമാണ്. ചില റീച്ചുകൾ ജില്ലാ പരിധിക്കുള്ളിൽ കൃത്യമായി വരാത്തതിനാൽ ഏകദേശ കണക്കുകൾ ആണിവ. കൃത്യമായ കണക്കുകൾ അറിയാൻ ഓരോ റീച്ചുകളും വെവ്വേറെ പരിശോധിക്കേണ്ടതുണ്ട്. 3D ഘട്ടത്തിലെ പുരോഗതി, നഷ്ടപരിഹാര വിതരണത്തിലെത്തിയ ഭൂമിയുടെ ശതമാന കണക്കുകൾ, നഷ്ടപരിഹാര വിതരണം കഴിഞ്ഞവ, ഇനിയും ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ തുടങ്ങാനുള്ള ഭൂമിയുടെ കണക്കുകൾ തുടങ്ങിയവ ഇതിൽ നിന്ന് വ്യക്തമാവും. ഭൂമി ഏറ്റെടുക്കൽ പുരോഗതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ അതിൻ്റെ നടപടിക്രമങ്ങളിലെ പ്രധാന ഘട്ടങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ഓരോ റീച്ചിലെയും പുരോഗതി പരിശോധിക്കുന്നതിന് മുൻപ് ഭൂമി ഏറ്റെടുക്കലിലെ പ്രധാന ഘട്ടങ്ങൾ പെട്ടെന്ന് നോക്കാം. 1956 നാഷണൽ ഹൈവേസ് ആക്ട് പ്രകാരമാണ് ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്നത്. 3A വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോടുകൂടിയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ തുടക്കം കുറിക്കുന്നത്. ആവശ്യമായ ഭൂമിയുടെ വിവരങ്ങൾ ഗസറ്റിലും 2 പ്രാദേശിക ദിനപത്രങ്ങളിലും പ്രസിദ്ധീകരിക്കുന്നു. ഇതോടെ ഭൂമിയിൽ ആവശ്യമായ സർവേ നടപടികൾ നടത്താനും സർവേ കല്ലുകളും മറ്റും സ്ഥാപിക്കാനും സർക്കാരിന് നിയമപരമായ അവകാശമുണ്ടാകുന്നു. ഭൂമി ഏറ്റെടുക്കലിനെ കുറിച്ചുള്ള എതിർപ്പുകളും പരാതികളും ഈ സമയത്ത് ഭൂ ഉടമകൾക്ക് ഉന്നയിക്കാം. 3B, 3C ഘട്ടങ്ങൾ ആണിവ. ഭൂമി ഏറ്റെടുക്കലിൽ അടുത്ത പ്രധാന ഘട്ടമാണ് 3D. 3C ഘട്ടം കഴിഞ്ഞ ഇടങ്ങളിൽ കഴമ്പുള്ള പരാതികളൊന്നുമില്ലെങ്കിൽ ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതായി കാണിച്ച് കേന്ദ്രം ഗസറ്റിൽ വിജ്ഞാപനം ഇറക്കുന്നു. ഇതോടെ ഭൂമി നിയമപരമായി സർക്കാരിൻ്റെ അധീനതയിലാകുന്നു. ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് കോടതികളിൽ ചോദ്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉടമസ്ഥാവകാശം കൈമാറാൻ ആവശ്യപ്പെടുന്നതും പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് അവകാശം നൽകുന്നതുമാണ് അടുത്ത 3E, 3F ഘട്ടങ്ങൾ. 3D ഘട്ടം കഴിയുന്നതോടുകൂടി ഭൂമി ഏറ്റെടുക്കൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കും. നഷ്ടപരിഹാര തുക കണക്കുകൂട്ടുന്ന 3G ഘട്ടമാണ് അടുത്ത പ്രധാന ഘട്ടം. 3G ഘട്ടത്തിലെത്തിയ ഭൂമിയുടെ വിവരങ്ങൾ 2 ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നു. നഷ്ടപരിഹാര തുകയിൽ തർക്കമുണ്ടെങ്കിൽ സ്വതന്ത്ര ആർബിട്രേറ്ററെ നിയമിക്കാനും ഈ ഘട്ടത്തിൽ അവസരമുണ്ട്. വിപണി വില, ഭൂമി ഏറ്റെടുക്കലിനെ തുടർന്ന് ഭൂ ഉടമകൾക്കുണ്ടായ നഷ്ടങ്ങൾ തുടങ്ങിയവ കണക്കുകൂട്ടിയാവണം നഷ്ടപരിഹാര തുക നിർണ്ണയിക്കുന്നത്. 3G ഘട്ടം കഴിയുന്നതോടുകൂടി നടപടിക്രമങ്ങൾ ഏതാണ്ട് അവസാനിക്കുന്നു. നഷ്ടപരിഹാര തുക 3H ഘട്ടത്തിൽ കൈമാറുന്നു. 3G ഘട്ടം കഴിഞ്ഞാൽ ഉടനെ തന്നെ കേന്ദ്രം ഫണ്ട് അനുവദിക്കേണ്ടതാണ്. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടും നഷ്ടപരിഹാര തുക വിതരണം ചെയ്യാൻ കാലതാമസമെടുക്കുന്നു എന്ന ആക്ഷേപം ചിലയിടങ്ങളിലുണ്ട്. 3H ഘട്ടം കഴിയുമ്പോൾ മാത്രമാണ് ഭൂമി പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള അവകാശം സർക്കാരിനുള്ളത്. മറ്റു നിയമക്കരുക്കുകളൊന്നുമില്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ ഇതോടെ അവസാനിക്കുന്നു. NH-66 ഭൂമി ഏറ്റെടുക്കൽ നടക്കുന്ന ഓരോ റീച്ചുകളുടെയും വിശദമായ പുരോഗതി നോക്കാം. 2019-2020 വർഷത്തെ വിവരങ്ങൾ ആണിവ. കാസർഗോഡ് തലപ്പാടി ചെങ്കള റീച്ചിൽ 175.5 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത വികസനത്തിന് ആകെ വേണ്ടത്. ഏതാണ്ട് 140 ഹെക്ടർ ഭൂമിയാണ് 2019 വരെ പൂർണ്ണമായും ഏറ്റെടുത്തത്. 35.6 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ മുഴുവനും 3A, 3D ഘട്ടം കഴിഞ്ഞു. 35 ഹെക്ടർ ഭൂമിയിൽ 21.6 ഹെക്ടറിൽ 3G ഘട്ടം കഴിഞ്ഞു. ഇതിൽ 13 ഹെക്ടർ മാർച്ച് വരെ ഏറ്റെടുത്തു. ഇതോടെ മൊത്തം 175.5 ഹെക്ടർ ഭൂമിയിൽ 153 ഹെക്ടറോളം ഏറ്റെടുത്തു. ആകെ വേണ്ട ഭൂമിയുടെ 87%മാണിത്. മൊത്തം ഭൂമിയുടെ 92%-ൽ കുറഞ്ഞത് 3G ഘട്ടമെങ്കിലും മാർച്ച് വരെ കഴിഞ്ഞു. ആകെ വേണ്ട ഭൂമിയിൽ 100%-ൽ കുറഞ്ഞത് 3D ഘട്ടം കഴിഞ്ഞു. 683 കോടി രൂപയാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചിലവ്. കാസർഗോഡ് ചെങ്കള നീലേശ്വരം റീച്ചിൽ 168 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇതിൽ 2019 വരെ 127 ഹെക്ടറാണ് ആകെ ഏറ്റെടുത്തത്. 41 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ മുഴുവനായും 3A, 3D ഘട്ടം കഴിഞ്ഞു. 41 ഹെക്ടർ ഭൂമിയിൽ 21 ഹെക്ടറിൽ 3G ഘട്ടം കഴിഞ്ഞു. ഇതിൽ 14 ഹെക്ടർ മാർച്ച് വരെ ഏറ്റെടുത്തു. ഇതോടെ മൊത്തം 168 ഹെക്ടർ ഭൂമിയിൽ 140 ഹെക്ടർ ഏറ്റെടുത്തു. ആകെ വേണ്ട ഭൂമിയുടെ 83%മാണിത്. മൊത്തം ഭൂമിയുടെ 88%-ൽ കുറഞ്ഞത് 3G ഘട്ടമെങ്കിലും മാർച്ച് വരെ കഴിഞ്ഞു. ആകെ വേണ്ട ഭൂമിയിൽ 100%-ൽ കുറഞ്ഞത് 3D ഘട്ടം കഴിഞ്ഞു.
510 കോടി രൂപയാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചിലവ്. മൂന്നാമത്തെ റീച്ചായ നീലേശ്വരം തളിപ്പറമ്പ് പാതയിൽ 182 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇതിൽ വിവിധ ഘട്ടങ്ങളിലായി 75 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുത്തിരുന്നത്. 107 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ മുഴുവനായും 3A ഘട്ടം കഴിഞ്ഞു. 101 ഹെക്ടറിൽ 3D ഘട്ടം കഴിഞ്ഞു. 107 ഹെക്ടർ ഭൂമിയിൽ 35 ഹെക്ടറിൽ 3G ഘട്ടം കഴിഞ്ഞു. ഇതിൽ 18 ഹെക്ടർ മാർച്ച് വരെ ഏറ്റെടുത്തു. ഇതോടെ മൊത്തം 182 ഹെക്ടർ ഭൂമിയിൽ 93 ഹെക്ടർ ഏറ്റെടുത്തു. ആകെ വേണ്ട ഭൂമിയുടെ 51%മാണിത്. മൊത്തം ഭൂമിയുടെ 60%ത്തിൽ 3G ഘട്ടമെങ്കിലും മാർച്ച് വരെ കഴിഞ്ഞു. ആകെ വേണ്ട ഭൂമിയിൽ 97%ത്തിൽ കുറഞ്ഞത് 3D ഘട്ടം കഴിഞ്ഞു. 100%ത്തിലും കുറഞ്ഞത് 3A ഘട്ടം കഴിഞ്ഞു. മാർച്ചിന് ശേഷവും ഭൂമി ഏറ്റെടുക്കൽ മുന്നോട്ട് പോയിട്ടുണ്ട്. 1497 കോടി രൂപയാണ് ഇവിടുത്തെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചിലവ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മുഴപ്പിലങ്ങാട് റീച്ചിൽ 136 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇതിൽ വിവിധ ഘട്ടങ്ങളിലായി 21 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുത്തിരുന്നത്. 115 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ 114 ഹെക്ടറിൽ 3A ഘട്ടം കഴിഞ്ഞു. 104 ഹെക്ടറിൽ 3D ഘട്ടം കഴിഞ്ഞു. 115 ഹെക്ടർ ഭൂമിയിൽ 50 ഹെക്ടറിൽ 3G ഘട്ടം കഴിഞ്ഞു. ഇതിൽ 37 ഹെക്ടർ മാർച്ച് വരെ ഏറ്റെടുത്തു. മാർച്ചിന് ശേഷവും ഭൂമി ഏറ്റെടുക്കലിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. മാർച്ച് വരെ മൊത്തം 136 ഹെക്ടർ ഭൂമിയിൽ 58 ഹെക്ടർ ഇതോടെ ഏറ്റെടുത്തു. ആകെ വേണ്ട ഭൂമിയുടെ 43%മാണിത്. മൊത്തം ഭൂമിയുടെ 52%ത്തിൽ കുറഞ്ഞത് 3G ഘട്ടമെങ്കിലും മാർച്ച് വരെ കഴിഞ്ഞു. ആകെ വേണ്ട ഭൂമിയിൽ 92%ത്തിൽ കുറഞ്ഞത് 3D ഘട്ടം പിന്നിട്ടു. 99%ത്തിൽ കുറഞ്ഞത് 3A ഘട്ടം കഴിഞ്ഞു. 1235 കോടി രൂപയാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചെലവ്. കോഴിക്കോട് അഴിയൂർ വെങ്ങളം റീച്ചിൽ 183 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇതിൽ വിവിധ ഘട്ടങ്ങളിലായി 2019 വരെ 75 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുത്തിരുന്നത്. 108 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ മുഴുവനും 3A ഘട്ടം കഴിഞ്ഞു. 100 ഹെക്ടറിൽ 3D ഘട്ടം കഴിഞ്ഞു. 12 ഹെക്ടറിൽ 3G ഘട്ടം കഴിഞ്ഞു. ഇതിൽ 2.5 ഹെക്ടർ മാർച്ച് വരെ ഏറ്റെടുത്തു. മാർച്ച് വരെ മൊത്തം 183 ഹെക്ടർ ഭൂമിയിൽ 77.5 ഹെക്ടർ ഇതോടെ ഏറ്റെടുത്തു. ആകെ വേണ്ട ഭൂമിയുടെ 42%മാണിത്. മൊത്തം ഭൂമിയുടെ 48%ത്തിൽ കുറഞ്ഞത് 3G ഘട്ടമെങ്കിലും മാർച്ച് വരെ കഴിഞ്ഞു. ആകെ വേണ്ട ഭൂമിയിൽ 96%ത്തിൽ കുറഞ്ഞത് 3D ഘട്ടം പിന്നിട്ടു. 100%ത്തിൽ കുറഞ്ഞത് 3A ഘട്ടം കഴിഞ്ഞു. മാർച്ചിന് ശേഷവും ഭൂമി ഏറ്റെടുക്കലിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. 1815 കോടി രൂപയാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചിലവ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഭൂമി ഏറ്റെടുക്കലിൽ ഏറ്റവും കൂടുതൽ പുരോഗതിയാണ് മലപ്പുറം ജില്ലകളിലെ റീച്ചുകളിൽ ഉണ്ടായത്. രാമനാട്ടുകര, കുറ്റിപ്പുറം, കാപ്പിരിക്കാട് എന്നിങ്ങനെ വിഭജിച്ചാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ നടന്നത്. രാമനാട്ടുകര കുറ്റിപ്പുറം റീച്ചിൽ 233 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇതിൽ അവസാന ഘട്ടം വരെ 66 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുത്തിരുന്നത്. 167 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ മുഴുവനും 3A ഘട്ടം കഴിഞ്ഞു. 166 ഹെക്ടറിൽ 3D ഘട്ടം പിന്നിട്ടു. 52 ഹെക്ടർ 3G ഘട്ടം കഴിഞ്ഞു. മാർച്ച് വരെ കൂടുതൽ ഭൂമി പൂർണ്ണമായും ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നില്ല. ഈ റീച്ചിൽ മൊത്തം 233 ഹെക്ടർ ഭൂമിയിൽ ഏറ്റെടുത്ത 66 ഹെക്ടർ ആകെ വേണ്ട ഭൂമിയുടെ 28%. മൊത്തം ഭൂമിയുടെ 51%ത്തിൽ കുറഞ്ഞത് 3G ഘട്ടമെങ്കിലും മാർച്ച് വരെ കഴിഞ്ഞു. ആകെ വേണ്ട ഭൂമിയിൽ 99%ത്തിൽ കുറഞ്ഞത് 3D ഘട്ടം പിന്നിട്ടു. 100%ത്തിൽ കുറഞ്ഞത് 3A ഘട്ടം കഴിഞ്ഞു. മാർച്ചിന് ശേഷവും ഭൂമി ഏറ്റെടുക്കൽ നടന്നിട്ടുണ്ട്. 2567 കോടി രൂപയാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചിലവ്. കുറ്റിപ്പുറം കാപ്പിരിക്കാട് റീച്ചിൽ 103 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇതിൽ 2019 വരെ 64 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുത്തിരുന്നത്. 39 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്.
2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ മുഴുവനും 3A 3D ഘട്ടം കഴിഞ്ഞു. 39 ഹെക്ടറിൽ 25-ൽ 3G ഘട്ടം കഴിഞ്ഞു. മാർച്ച് വരെ കൂടുതൽ ഭൂമി പൂർണ്ണമായും ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നില്ല. ഈ റീച്ചിൽ മൊത്തം 103 ഹെക്ടർ ഭൂമിയിൽ ഏറ്റെടുത്ത 64 ഹെക്ടർ ആകെ വേണ്ട ഭൂമിയുടെ 62%. മൊത്തം ഭൂമിയുടെ 86%-ൽ കുറഞ്ഞത് 3G ഘട്ടമെങ്കിലും മാർച്ച് വരെ കഴിഞ്ഞു. ആകെ വേണ്ട ഭൂമിയിൽ 100%-ലും കുറഞ്ഞത് 3D ഘട്ടം കഴിഞ്ഞു. 797 കോടി രൂപയാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചിലവ്. തൃശൂർ, എറണാകുളം ജില്ലകളിലായി കിടക്കുന്ന കാപ്പിരിക്കാട് ഇടപ്പള്ളി റീച്ചിൽ 423 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇതിൽ വിവിധ ഘട്ടങ്ങളിലായി 183 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുത്തിരുന്നത്. 240 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ 205 ഹെക്ടറിൽ 3A ഘട്ടം കഴിഞ്ഞു. 240 ഹെക്ടറിൽ 146-ൽ 3D ഘട്ടം കഴിഞ്ഞു. മാർച്ച് വരെ കൂടുതൽ ഭൂമി 3G ഘട്ടം കഴിഞ്ഞിരുന്നില്ല. ദേശീയപാത ഭൂമി ഏറ്റെടുക്കലിൽ ഏറ്റവും പിന്നിലുള്ള റീച്ചാണിത്. ഈ റീച്ചിൽ മൊത്തം 423 ഹെക്ടർ ഭൂമിയിൽ ഏറ്റെടുത്ത 183 ഹെക്ടർ ആകെ വേണ്ട ഭൂമിയുടെ 43%. മൊത്തം ഭൂമിയുടെ 78%-ൽ കുറഞ്ഞത് 3D ഘട്ടമെങ്കിലും മാർച്ച് വരെ കഴിഞ്ഞു. ആകെ വേണ്ട ഭൂമിയിൽ 92%-ൽ കുറഞ്ഞത് 3A ഘട്ടം പിന്നിട്ടു. 8% ഭൂമിയിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മാർച്ച് വരെ തുടങ്ങിയിരുന്നില്ല. 6107 കോടി രൂപയാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചിലവ്. കിലോമീറ്റർ ശരാശരിയിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന റീച്ചുകളിൽ ഒന്നാണിത്. ആലപ്പുഴ തുറവൂർ തെക്ക് പറവൂർ റീച്ചിൽ 171 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇതിൽ വിവിധ ഘട്ടങ്ങളിലായി 2019 വരെ 124 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുത്തിരുന്നത്. 47 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ മുഴുവനും 3A ഘട്ടം കഴിഞ്ഞു. 47 ഹെക്ടറിൽ 22-ൽ 3D ഘട്ടം കഴിഞ്ഞു. മാർച്ച് വരെ കൂടുതൽ ഭൂമി 3G ഘട്ടം കഴിഞ്ഞിരുന്നില്ല. ഈ റീച്ചിൽ മൊത്തം 171 ഹെക്ടർ ഭൂമിയിൽ ഏറ്റെടുത്ത 124 ഹെക്ടർ ആകെ വേണ്ട ഭൂമിയുടെ 73%. മൊത്തം ഭൂമിയുടെ 85%-ൽ ഇവിടെ കുറഞ്ഞത് 3D ഘട്ടമെങ്കിലും മാർച്ച് വരെ കഴിഞ്ഞു. ആകെ വേണ്ട ഭൂമിയിൽ മുഴുവനും കുറഞ്ഞത് 3A ഘട്ടം പിന്നിട്ടു. 1413 കോടി രൂപയാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചിലവ്. ആലപ്പുഴ പറവൂർ കൊറ്റുകുളങ്ങര റീച്ചിൽ 169 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇതിൽ വിവിധ ഘട്ടങ്ങളിലായി 2019 വരെ 113 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുത്തിരുന്നത്. 56 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ മുഴുവനും 3A ഘട്ടം കഴിഞ്ഞു. 56 ഹെക്ടറിൽ 24-ൽ 3D ഘട്ടം കഴിഞ്ഞു. മാർച്ച് വരെ കൂടുതൽ ഭൂമി 3G ഘട്ടം കഴിഞ്ഞിരുന്നില്ല. ഈ റീച്ചിൽ മൊത്തം 169 ഹെക്ടർ ഭൂമിയിൽ ഏറ്റെടുത്ത 113 ഹെക്ടർ ആകെ വേണ്ട ഭൂമിയുടെ 67%. മൊത്തം ഭൂമിയുടെ 81%-ൽ ഇവിടെ കുറഞ്ഞത് 3D ഘട്ടമെങ്കിലും മാർച്ച് വരെ കഴിഞ്ഞു. ആകെ വേണ്ട ഭൂമിയിൽ മുഴുവനും കുറഞ്ഞത് 3A ഘട്ടം പിന്നിട്ടു. 1640 കോടി രൂപയാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചിലവ്. തെക്കൻ ജില്ലകളിൽ പലയിടങ്ങളിലും നേരത്തെ 30 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുത്തിരുന്നു. 45 മീറ്റർ ആറുവരിപ്പാതയ്ക്കുള്ള പദ്ധതി രേഖ വൈകിയതും കൂടുതൽ ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയപ്പോഴുണ്ടായ എതിർപ്പുകളുമാണ് ഇവിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ പുരോഗതിക്ക് തടസ്സമായത്. കൊറ്റുകുളങ്ങര മുതൽ കൊല്ലം ബൈപ്പാസ് തുടക്കം വരെയുള്ള റീച്ചിൽ 142 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇവിടെ വിവിധ ഘട്ടങ്ങളിലായി 2019 വരെ 95 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുത്തിരുന്നത്. 47 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ മുഴുവനും 3A ഘട്ടം പിന്നിട്ടു. 6 ഹെക്ടറിൽ 3D ഘട്ടം കഴിഞ്ഞു. മാർച്ച് വരെ കൂടുതൽ ഭൂമി 3G ഘട്ടം കഴിഞ്ഞിരുന്നില്ല. ഈ റീച്ചിൽ മൊത്തം 142 ഹെക്ടർ ഭൂമിയിൽ ഏറ്റെടുത്ത 95 ഹെക്ടർ ആകെ വേണ്ട ഭൂമിയുടെ 67%. മൊത്തം ഭൂമിയുടെ 71%-ൽ ഇവിടെ കുറഞ്ഞത് 3D ഘട്ടമെങ്കിലും മാർച്ച് വരെ കഴിഞ്ഞു. ആകെ വേണ്ട ഭൂമിയിൽ മുഴുവനും കുറഞ്ഞത് 3A ഘട്ടം പിന്നിട്ടു. ഏതാണ്ട് 1640 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചെലവ്.
കൊല്ലം ബൈപ്പാസ് മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള റീച്ചിൽ 143 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇതിൽ വിവിധ ഘട്ടങ്ങളിലായി 2019 വരെ 110 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുത്തിരുന്നത്. 33 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ മുഴുവനും 3A ഘട്ടം കഴിഞ്ഞു. മാർച്ച് വരെ കൂടുതൽ ഭൂമി 3D ഘട്ടം കഴിഞ്ഞിരുന്നില്ല. ഈ റീച്ചിൽ മൊത്തം 143 ഹെക്ടർ ഭൂമിയിൽ ഏറ്റെടുത്ത 110 ഹെക്ടർ ആകെ വേണ്ട ഭൂമിയുടെ 77%. ആകെ വേണ്ട ഭൂമിയിൽ മുഴുവനും കുറഞ്ഞത് 3A ഘട്ടം പിന്നിട്ടു. ഏതാണ്ട് 1410 കോടി രൂപയാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചിലവ്. കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള റീച്ചിൽ 139 ഹെക്ടർ ഭൂമിയാണ് ആകെ വേണ്ടത്. ഇതിൽ വിവിധ ഘട്ടങ്ങളിലായി 62 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുത്തിരുന്നത്. 77 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. 2020 മാർച്ച് വരെ ബാക്കിയുള്ള ഭൂമിയിൽ മുഴുവനും 3A ഘട്ടം കഴിഞ്ഞു. മാർച്ച് വരെ കൂടുതൽ ഭൂമി 3D ഘട്ടം കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മാർച്ചിന് ശേഷം ഇവിടെ ഭൂരിഭാഗം ഭൂമിയിലും 3D നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരുന്നു. ഈ റീച്ചിൽ മൊത്തം 139 ഹെക്ടർ ഭൂമിയിൽ ഏറ്റെടുത്ത 62 ഹെക്ടർ ആകെ വേണ്ട ഭൂമിയുടെ 45%. ആകെ വേണ്ട ഭൂമിയിൽ മുഴുവനും കുറഞ്ഞത് 3A ഘട്ടം പിന്നിട്ടു. ഏതാണ്ട് 2586 കോടി രൂപയാണ് ഇവിടെ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആകെ ചെലവ്. കിലോമീറ്റർ ശരാശരിയിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന റീച്ചുകളിൽ ഒന്നാണിത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായിരുന്നിട്ടും എങ്ങനെയാണ് ദേശീയപാത വികസനം 40 വർഷത്തിലധികം നീണ്ടുപോയത്? ഭൂമി ഏറ്റെടുക്കലിനെതിരെയുള്ള എതിർപ്പുകളും പ്രക്ഷോഭങ്ങളും എന്നും വാർത്തകളിൽ നിറയുന്നതാണ്. എന്നാൽ ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ ചരിത്രം വിശദമായി പരിശോധിച്ചാൽ വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്. മിക്കയിടങ്ങളിലും ഭൂരിഭാഗം ജനങ്ങളും ഭൂമി വിട്ടു നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ ഇവർക്ക് നഷ്ടപരിഹാരമായി ദേശീയപാത അതോറിറ്റി നൽകാൻ തയ്യാറായത് തുച്ഛമായ തുകയായിരുന്നു. ഇതാണ് ദേശീയപാത വികസനത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയായത്. രാജ്യത്തെ നൂറുകണക്കിന് പദ്ധതികളിൽ ഒന്നു മാത്രമായിരുന്ന കേരളത്തിലെ ദേശീയപാത വികസനം കേന്ദ്ര സർക്കാരിന് ഒരു പ്രയോറിറ്റി ആയിരുന്നില്ല. ഇതോടെ ഭൂമി ഏറ്റെടുക്കൽ പതിറ്റാണ്ടുകളോളം നീണ്ടുപോയി. മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകളും ദേശീയപാത വികസനം അടിയന്തര പ്രാധാന്യത്തോടെ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു. വർഷങ്ങളോളം ഒരു കൂട്ടം ജനങ്ങൾ സാമാന്യനീതി നിഷേധിക്കപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ കുരുക്കിൽപ്പെട്ടു. ഒരു വലിയ റോഡിനായുള്ള കാത്തിരിപ്പ് ഇനി തുടരാനാകില്ല. കയ്യിലുള്ള ഒരു ചെറിയ കഷ്ണം ഭൂമി വിൽക്കാനുമാകുന്നില്ല. എന്ത് ചെയ്യണം ഈ മനുഷ്യർ? നമ്മൾ മുല്ലപ്പള്ളി MP-ക്ക് കൊടുത്തിട്ടുണ്ട്, ചീഫ് മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അവരുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായില്ല. നഷ്ടപരിഹാരം കണക്കാക്കാൻ അന്ന് അടിസ്ഥാനമാക്കിയിരുന്ന ബ്രിട്ടീഷ് കാലം തൊട്ടുള്ള നിയമങ്ങൾ നീതിയുക്തമായിരുന്നില്ല. എന്നാൽ 2013 പാർലമെൻറ്റ് പാസാക്കിയ പുതിയ നിയമം ദേശീയപാത നഷ്ടപരിഹാര വിതരണത്തിന് ബാധകമായതോടെ ഭൂ ഉടമകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്രം നിർബന്ധിതമായി. ൽ സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനം അടിയന്തരമായി പരിഗണിക്കുകയും ഭൂമി ഏറ്റെടുക്കലിന് പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ ചെലവ് കൂടിയതോടെ കാസർഗോഡ് ഒഴികെയുള്ള ദേശീയപാത വികസനം ഫലത്തിൽ ഉപേക്ഷിക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ നീക്കം. പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ദേശീയപാത വികസനം നടപ്പാക്കാൻ സംസ്ഥാനം ഭൂമി ഏറ്റെടുക്കൽ ചെലവിൻ്റെ 25% വഹിക്കാമെന്ന നിർണായകമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തി. വൈകാതെ 13 റീച്ചുകളിലെ ഭൂമി ഏറ്റെടുക്കൽ ചെലവ് പങ്കുവയ്ക്കുന്ന ഉടമ്പടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒപ്പുവെച്ചു. ഭൂമി ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിലേക്ക് എത്തിയതോടെ 2020 ഒക്ടോബറോടെ ഏതാണ്ട് പകുതിയിലധികം റീച്ചുകൾ 6 വരിയാക്കാനുള്ള നിർമ്മാണ ടെൻഡർ നടപടികളിലേക്ക് കടന്നു. 2021 ഇവ നിർമ്മാണത്തിലേക്ക് എത്തുന്നതോടെ 3 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ദേശീയപാത 66 പകുതിയെങ്കിലും 6 വരിയാകും.
ആറുവരിപ്പാത യാഥാർത്ഥ്യമാകുമ്പോഴും 40 വർഷത്തിലധികം ഭൂമി ഏറ്റെടുക്കൽ ദുരിതത്തിലൂടെ കടന്നുപോയ ഇരകൾക്ക് സാമാന്യ നീതി ലഭിച്ചോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഭൂ ഉടമകൾക്ക് മാത്രമല്ല പതിറ്റാണ്ടുകൾ ഇഴഞ്ഞു നീങ്ങിയ പദ്ധതി നഷ്ടമുണ്ടാക്കിയത്. ദേശീയപാത വികസനവും സമാന രീതിയിൽ എങ്ങുമെത്താത്ത റെയിൽ പദ്ധതികളും കേരളത്തിൻ്റെ വികസന മേഖലയിൽ ഏറെ കോട്ടങ്ങൾ സൃഷ്ടിച്ചു. ടൂറിസം മേഖലയിലടക്കം വലിയ സാധ്യതകൾ ഉണ്ടായിട്ടും സംസ്ഥാനത്തെ ഉയർന്ന തൊഴിലില്ലായ്മയുടെ ഒരു കാരണം കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ അപര്യാപ്തതയാണ്. ഏത് പദ്ധതി വരുമ്പോഴും ഇതൊന്നും ഈ നൂറ്റാണ്ടിൽ നടക്കില്ലെന്ന പൊതുബോധമാണ് വർഷങ്ങളോളം നീണ്ടുപോയ റോഡ് റെയിൽ വികസനം മലയാളികൾക്കിടയിലുണ്ടാക്കിയത്. ഏതെങ്കിലും പുതിയ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കൽ ഉണ്ടാകുമെന്നറിയുമ്പോഴേക്കും ജനം സമരത്തിനിറങ്ങുന്നത് നീതിയുക്തമായ നഷ്ടപരിഹാരം നൽകി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പുനരധിവാസം ഉറപ്പുവരുത്തിയ വികസന മാതൃക പൊതുസമൂഹത്തിന് മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാണ്. മാറി മാറി വന്ന സർക്കാരുകൾ പോലെ മാധ്യമങ്ങളും ഇതിൽ ഉത്തരവാദികളാണ്. സമരങ്ങൾക്ക് ഇന്ധനം നൽകി അവരവരുടെ രാഷ്ട്രീയ ചായ്വുകൾക്കനുസരിച്ച് ഭൂ ഉടമകളെ ഉപയോഗിക്കുന്നതിലപ്പുറം അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് എത്തുന്ന മാധ്യമപ്രവർത്തനം ഇന്ന് വിരളമാണ്. പലകുറി ആവർത്തിക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് സമയം കണ്ടെത്തുന്ന ന്യൂസ് അവറുകളിൽ പക്ഷേ ദിവസവും നിരവധി പേർ മരിക്കുന്ന ഇന്നത്തെ ദേശീയപാതയുടെ വികസനത്തെക്കുറിച്ചോ ഭൂ ഉടമകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യാൻ സമയമില്ലാതെ പോകുന്നു. ഉദാഹരണത്തിന് നഷ്ടപരിഹാര വിതരണത്തിൽ അതോറിറ്റി കാലതാമസമുണ്ടാക്കുന്നു എന്ന പരാതി വ്യാപകമായി ഉയരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ മാത്രം 1000 കോടിയിലധികം രൂപയാണ് ഇനിയും അനുവദിച്ച് കിട്ടാനുള്ളത്. എന്നാൽ ഈ വിഷയം ഏറ്റെടുത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇതുവരെയും ഒരു മുഖ്യധാരാ മാധ്യമവും തുനിഞ്ഞിട്ടില്ല. ഇനിയുമുള്ള പ്രതിബന്ധങ്ങളെ മറികടന്ന് വരും വർഷങ്ങളിൽ ദേശീയപാത വികസനം മുഴുവനായും യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ തലവര മാറ്റിയതിൽ ഇന്നുള്ള എല്ലാ പദ്ധതികൾക്കും മുകളിലായിരിക്കും ദേശീയപാത വികസനത്തിൻ്റെ സ്ഥാനം.